ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കമ്മിറ്റീസ് ആണ് പറഞ്ഞത്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയും. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് GVK റാവോ കമ്മിറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ് GVK റാവോ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നോക്കാം. ദ GVK റാവോ കമ്മിറ്റി. The committee to review the existing administrative arrangement for the rural development and poverty alleviation program under the chairmanship of GVK Rao was appointed by Planning Commission in 1985. Okay, അപ്പം പ്ലാനിംഗ് കമ്മീഷൻ ആണ് GVK റാവോ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്? ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം റൂറൽ ഡെവലപ്മെന്റ് അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു റൂറൽ ഏരിയസിന് എന്താണ് ഡെവലപ്പ് ചെയ്യിക്കണം. ഓക്കെ, മാത്രമല്ല എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഡെവലപ്മെന്റ് വേഴ്സസ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുന്നത് എന്താണ്? ആക്ച്വലി ഒരു ഗ്രോത്ത് ആണ്. അപ്പൊ ക്യാഷ് വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് അവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാഷണൽ GDP കൂടിയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ GDP കൂടുന്നത് ഒരു ഗ്രോത്ത് ആണ്. GDP കൂടുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ എന്താ പറയാ ഒരു ബെനിഫിറ്റ് കിട്ടണം അല്ലെ. ഫോർ എക്സാമ്പിൾ എന്താണ് എല്ലാ വീടുകളിലും ബേസിക് കമ്മ്യൂണിറ്റീസ് വേണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, ദെൻ ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും കിട്ടണം, പിന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസ് നമുക്ക് വേണം. അപ്പോഴാണ് അവിടെ ഡെവലപ്മെന്റ് വന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള ആ ഒരു ഡെവലപ്മെന്റ് അത് നമുക്ക് റൂറൽ ഏരിയയിൽ നടപ്പാക്കണം. ഓക്കെ, അപ്പം അതിനെയാണ് ആക്ച്വലി റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് അത് മാത്രമല്ല അവിടെ റൂറൽ ഡെവലപ്മെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇതൊക്കെ എത്രത്തോളം ബെറ്റർ ആണ്, അല്ലെങ്കിൽ അതൊന്ന് റിവ്യൂ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇനി ഫർദർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് അത് മാത്രമല്ല നമ്മുടെ പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇതെല്ലാം കൂടെ എന്താണ് റിവ്യൂ ചെയ്യാനായിട്ട് അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ 1985 GVK റാവോ എന്ന് പറഞ്ഞൊരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അതിന്റെ ചെയർമാൻ ആരായിരിക്കും? GVK റാവു തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ആ കമ്മിറ്റി എന്ത് പറഞ്ഞു? The committee came to conclusion that the development process was gradually bureaucratized and diverged from the പഞ്ചായത്തി രാജ്. അപ്പൊ ഈ ഒരു കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സ്കീം എല്ലാം കൊണ്ടുവന്നു, ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. പക്ഷേ അവിടെ എന്താണ് ബ്യൂറോക്രസിക്ക് കുറച്ച് പവർ കൂടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ അദ്ദേഹം കണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതായത് നമ്മൾ എന്താ പറയാ, ഒരു മിനിറ്റ്. ഓക്കെ, ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മളൊരു പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്ന എന്തിനാണ്? ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. അവിടെ എന്താണ് കൂടുതലും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ലോക്കൽ സെൽഫ് ഗവർണൻസിനാണ്. അപ്പം അവിടെ ഇത്തരത്തിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണോമി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനും അവരുടെ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാ തലത്തിലെ ആളുകളിലേക്ക് ഇത് എത്തിക്കാനും ഒക്കെ സാധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർ എയിം അവിടെ സാധ്യമാവുന്നുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് വരികയാണ്. ഓക്കെ, അതായത് ഇപ്പൊ എന്താണ് നമ്മുടെ നടത്തിപ്പിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, മാത്രമല്ല ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കടന്നുകയറ്റം, ഇതെല്ലാം കൂടെ വരികയാണ്. അപ്പൊ ബ്യൂറോക്രസി അതായത് ഉദ്യോഗസ്ഥ വൃന്ദം അവരുടെ ചില ആറ്റിറ്റ്യൂഡുകൾ കാരണം എന്താണ് നമ്മുടെ ആ ഒരു പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നും ഗ്രാജുവലി നമ്മൾ എന്താണ് വ്യതിചലിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കമ്മിറ്റിക്ക് മനസ്സിലായി. സോ ദ കമ്മിറ്റി കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ ഡെവലപ്മെന്റ് പ്രോസസ് വാസ് ഗ്രാജുവലി ബ്യൂറോക്രാറ്റൈസ്ഡ്. അത് പതുക്കെ എന്താണ് ബ്യൂറോക്രാറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിച്ച് ഇസ് ലിറ്റിൽ ഡൈവേഴ്സ്ഡ് ഫ്രം ദ പഞ്ചായത്തി രാജ് അല്ലെ. പഞ്ചായത്തി രാജിൽ നിന്നും എന്താണ് ആ ഒരു കൺസെപ്റ്റിൽ നിന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഫിനോമിന ഓഫ് ബ്യൂറോക്രാറ്റൈസേഷൻസ് ഓഫ് ദ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആസ് അഗെയിൻസ്റ്റ് ദ ഡെമോക്രാറ്റൈസേഷൻ വീക്കെൻഡ് ദ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസൾട്ടിങ് ഇൻ വാട്ട് ആപ്റ്റ്ലി കാൾഡ് ദ ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ്. അപ്പം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പ്രതിഭാസം എന്താണ് ആ ഒരു ബ്യൂറോക്രാറ്റൈസേഷൻ എന്നുള്ള ഒരു പ്രതിഭാസം നമുക്ക് വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് എന്താണ് ബ്യൂറോക്രാറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിഭാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പർപ്പസ് എന്താണ് ഗ്രാജുവലി വീക്കനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ലക്ഷ്യം വെച്ചത്. അപ്പൊ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഭരണമാണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആണ് അവിടെ വേണ്ടത്. എന്നാൽ ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് കാരണം എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അവർക്കായിരിക്കും അവിടെ പവർ ഉണ്ടാവുക. ദാറ്റ് മീൻസ് എന്താണ് സിറ്റിസൺസിന്റെ
റെപ്രസെന്റേഷൻ അവിടെ ഗ്രാജുവലി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നു നമ്മൾ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ആണ് പഞ്ചായത്ത് രാജിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചതെങ്കിൽ ഇവിടെ ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്നുള്ളൊരു ഫോമിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ബ്യൂറോക്രാറ്റൈസേഷൻ ലീഡ്സ് ടു ദ വീക്കനിങ് ഓഫ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കും താഴെ പറയുന്നതിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രവർത്തനങ്ങളെ എന്താ പറയാ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ് എക്സ്ട്രാ ഓർഡിനറി ബ്യൂറോക്രാറ്റൈസേഷൻ അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ എന്താണ് ഫിനോമിന ഓഫ് ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് ദി ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ പോയിന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണ്, പഞ്ചായത്ത് രാജുകൾക്ക് ആ ഒരു ഓട്ടോണമി കിട്ടുന്നില്ല, അവർക്ക് അവരുടെ തലത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം എന്താണ് ഓവർ ബ്യൂറോക്രാറ്റൈസേഷന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഇനി അപ്പൊ എന്ത് സംഭവിച്ചു നോക്കാം. So the committee made the following recommendation to strengthen and revitalize the Panchayati Raj system. അപ്പോൾ ഈ കമ്മിറ്റി പറയാണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴെ പറയുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിലേക്ക് നമുക്കിനി എത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. സോ അദ്ദേഹം മുന്നോട്ട് വെച്ച കുറച്ച് പോയിന്റുകൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, the district level body, that is Zilla Parishad, should be of pivotal importance in the scheme of democratic decentralization. Okay, അപ്പോൾ ഇവർ പറഞ്ഞു നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ബോഡി ഉണ്ട് അല്ലെ, ജില്ലാ പരിഷത്ത്. അപ്പൊ ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡിസ്ട്രിക്ട് ലെവൽ ബോഡിക്ക് എന്ത് കൊടുക്കണം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പം അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്കീം പ്രോപ്പറായിട്ട് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. സോ അദ്ദേഹം പറഞ്ഞു ജില്ലാ പരിഷത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സ്കീംസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു it states that the district is a proper unit of planning and development, and the Zilla Parishad should become the principal body for the management of all development program which can be handled at the level. അപ്പം അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്താ, ജില്ലാ പരിഷത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രോപ്പർ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ സ്കീംസിന്റെ ഇംപ്ലിമെന്റേഷനും ഒക്കെ എന്താണ് ജില്ലാ പരിഷത്താണ് ഇവിടെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അവരെ ഒരു പ്രിൻസിപ്പൽ ബോഡി ആക്കി മാറ്റണം ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നോക്കൂ, ജില്ലാ പരിഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്തെന്തോ പറഞ്ഞത്, ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ലോവർ ലെവൽ ഷുഡ് ബി അസൈൻഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ വിത്ത് റെസ്പെക്ട് ടു പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പഞ്ചായത്തി രാജ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ താഴെ നമുക്ക് ലോവർ ലെവൽ പഞ്ചായത്തുകളുണ്ട്. അപ്പം ഈ പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട് അല്ലെ, അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്ങിലും ഇംപ്ലിമെന്റേഷനിലും അതുപോലെ മോണിറ്ററിങ്ങിലും ഒക്കെ എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റുകൾക്കും അതുപോലെ അതിന്റെ താഴെയുള്ള ലോവർ ലെവൽസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അതിന്റെ പ്ലാനിങ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ മോണിറ്ററിങ് എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ വരുന്ന ലോവർ ലെവൽസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഇദ്ദേഹം രണ്ടാമത് മുന്നോട്ട് വെച്ച ആശയം. ഇനി അദ്ദേഹം പറഞ്ഞ എന്താ, സം ഓഫ് ദ പ്ലാനിംഗ് ഫങ്ഷൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ലെവൽ തലത്തിലുള്ള ചില പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്ന പ്ലാനിങ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ ചിലത് നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിലേക്ക് കൂടെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം മൂന്നാമതായി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻ. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ഒരു എഫക്റ്റീവ് ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിക്ട് പ്ലാനിങ് അവിടെ നടക്കത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, സോ അത് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി എവിടെയാണ് അദ്ദേഹം കൊടുക്കുന്നത്, ഡിസ്ട്രിക്റ്റിനാണ് കേട്ടോ. ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദ കീവേഡ് ഹിയർ ഈസ് ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമ്മള് മുന്നേ നമ്മളിപ്പോ എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് വില്ലേജുകൾക്കാണ് പ്രാധാന്യം കൊടുത്തത് അല്ലെ. എന്നാൽ അതുപോലെ തന്നെ അശോക മേത്ത പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ലെവൽ പ്ലാനിംഗ് ആണ് പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി എ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ഷുഡ് ബി ക്രിയേറ്റഡ്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിന് പ്രാധാന്യം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറിനെയും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്തിനാണ്,
He should act as a chief executive officer of the Zilla Parishad and should be in charge of all the development department at the district level. അപ്പോൾ എന്തായിരിക്കണം, ഈ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കണം. ഓക്കെ, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ, ആ കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഓഫീസർ. അപ്പോൾ ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ട് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഓക്കെ, ദെൻ അപ്പൊ ജി വി കെ റാവു പറഞ്ഞ ഒരു നാലാമത്തെ റെക്കമെൻഡേഷൻ എന്താണ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറിന് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിന്റെയും ഒരു ഹെഡ് എന്ന രീതിയിൽ ആരായിരിക്കും, ഈ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഷുഡ് ബി ഇൻ ചാർജ് ഓഫ് ഓൾ ദ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഹെൽഡ് റെഗുലർലി. അപ്പം ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഇലക്ഷൻസ് റെഗുലർ ആയിട്ട് തന്നെ നടക്കണം. ഇറ്റ് ഫൗണ്ട് ദാറ്റ് ഇലക്ഷൻ ബിക്കം ഓവർഡ്യൂ ഫോർ 1 or more ടയേഴ്സ് ഇൻ ദ 11 സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ഷൻ എന്താണ് അവിടെ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇപ്പോൾ അതർവൈസ് ഒരു പ്രോപ്പർ ഇലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, അപ്പോൾ നമ്മുടെ ആ ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എൻഷുർ ചെയ്യണമെങ്കിൽ സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിന്റെ ഭാഗമാവുക, നമ്മൾ വോട്ട് ചെയ്യുമ്പോഴല്ലേ. അതെ, അപ്പം വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എന്താ പറയാ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്ഥാനാർത്ഥിയോടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ പാർട്ടിയോടുള്ള നമ്മുടെ ഒരു എന്താണ് സെൻസ് ഓഫ് മൈൻഡ് ആണ് നമ്മുടെ ഇലക്ഷൻസിലൂടെ നമ്മൾ കാണിക്കുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ നമ്മുടെ ആ ഒരു പവർ നമ്മുടെ ഇലക്ഷൻസിലൂടെ കാണിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏകദേശം 11ഓളം സ്റ്റേറ്റുകളിൽ ഈ ഒരു ഇലക്ഷൻ ഓവർഡ്യൂ ആണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ഷൻ തന്നെ അവിടെ കൊണ്ടുവരണം. സോ ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഹെൽഡ് റെഗുലർലി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞത് ജില്ലാ പരിഷത്തുകൾക്കാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ഡിസ്ട്രിക്ട് ലെവൽ ബോഡി. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് ആണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഡിസ്ട്രിക്റ്റുകൾക്കും അതിന്റെ തൊട്ട് താഴെ ലോവർ ലെവൽസിനും എന്താണ് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പം അവിടെ എന്താണ് നമ്മുടെ ഒരു പ്ലാനിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഇംപ്ലിമെന്റേഷൻ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഏത് പ്രോഗ്രാമിന്റെ പ്ലാനിങ്ങിന്റെയും ഇംപ്ലിമെന്റേഷന്റെയും മോണിറ്ററിങ്ങിന്റെ എല്ലാ കാര്യം എടുക്കുകയാണെങ്കിലും ഡിസ്ട്രിക്റ്റുകൾക്കും അതിന്റെ തൊട്ട് താഴെ ലോവർ ലെവൽസിനും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. അതിന് സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഫംഗ്ഷൻസ് കുറച്ചെണ്ണം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെന്താണ്, ഇലക്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, എല്ലാം സിമ്പിൾ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ജി വി കെ റാവു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റിയുടെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദ കമ്മിറ്റി ഇൻ ഇറ്റ്സ് സ്കീം ഓഫ് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം ഓഫ് ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അസൈൻ എ ലീഡിംഗ് റോൾ ടു ദ പഞ്ചായത്ത് രാജ് ഇൻ ലോക്കൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജി വി കെ റാവു എന്ന് പറഞ്ഞ ഈ കമ്മിറ്റി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് റോള് ആണ് വഹിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ പോയിന്റുകളും എന്താണ്, ഒരു പ്രോപ്പർ വേ ഓഫ് ഡീസെൻട്രലൈസേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താണ്, നമുക്ക് മനസ്സിലായി ഒരു ഓവർ ബ്യൂറോക്രാറ്റൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിന് എന്തോ സംഭവിച്ചു. അപ്പൊ എന്താണ്, ഇനി പ്രോപ്പർ ആയിട്ട് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ ഇനി പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം 5 പോയിന്റുകൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 പോയിന്റുകളാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദിസ് റെസ്പെക്ട് ദാറ്റ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി ജി വി കെ റാവു കമ്മിറ്റി. അപ്പൊ ജി വി കെ റാവു കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1986 അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 1978 ഒരു ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1984 ഒരു ഹനുമന്ത റാവു കമ്മിറ്റി റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഹനുമന്ത റാവു കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ ജി വി കെ റാവു കമ്മിറ്റി വെച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ദണ്ഡവാല കമ്മിറ്റിയിൽ പറഞ്ഞത്, എന്താണ് ഹനുമന്ത റാവു കമ്മിറ്റിയിൽ പറഞ്ഞത്, അതും കൂടെ നമുക്ക് നോക്കാം. ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ബ്ലോക്ക് ലെവൽ പ്ലാനിങ് എന്നാണ് 1978 വന്നത്. ഓക്കെ, ഇനി ഹനുമന്ത റാവു കമ്മിറ്റിയോ,
ഹനുമന്തറാവോ കമ്മിറ്റി ഓൺ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് 1984. ഓക്കെ, അപ്പോൾ ദണ്ഡവാല കമ്മിറ്റി ഓൺ ബ്ലോക്ക് ലെവൽ പ്ലാനിംഗ്, ഹനുമന്തറാവോ കമ്മിറ്റി ഓൺ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. ദണ്ഡവാല കമ്മിറ്റി എപ്പോഴാണ്? 1978-ലാണ്. ഹനുമന്തറാവോ കമ്മിറ്റി എന്നാണ് 1984-ലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? GVK റാവോ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് 1986-ല്. അപ്പോൾ സമർപ്പിച്ചപ്പോൾ ദണ്ഡവാല കമ്മിറ്റിയിൽ നിന്നും ഹനുമന്തറാവോ കമ്മിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറഞ്ഞ രണ്ട് കമ്മിറ്റികൾ, അതായത് ദണ്ഡവാലയും ഹനുമന്തറാവുവിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ദണ്ഡവാലയും ഹനുമന്തറാവും മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? ഓക്കെ, അപ്പൊ ഈ രണ്ട് കമ്മിറ്റികളും പറഞ്ഞ എന്താണ്? They suggest that the basic decentralized planning function should be at the district level. അവർ പറഞ്ഞു ഈ ഒരു ബേസിക് ലെവൽ പ്ലാനിങ് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ബട്ട് the Hanumantarao committee advocated സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ബോഡി അണ്ടർ ഐദർ ഡിസ്ട്രിക്ട് കളക്ടർ ഓർ എ മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് തന്നെയാണെങ്കിലും ഹനുമന്തറാവു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ബോഡി വേണം, വിച്ച് ഈസ് അണ്ടർ ഐദർ ഡിസ്ട്രിക്ട് കളക്ടർ ഓർ എ മിനിസ്റ്റർ. ഒന്നെങ്കിൽ അതിന്റെ തലവനായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വേണം, അല്ലെങ്കിൽ ആര് വേണം? മിനിസ്റ്റർ വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ രണ്ട് മോഡൽസിലും കളക്ടറിന് ഒരു സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ടായിരുന്നു. സോ ബോത്ത് ദീസ് മോഡൽ ദ കളക്ടർ ഷുഡ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദിസ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. ഓക്കെ, though the committee stated that പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വുഡ് ബി ആൾസോ അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്രോസസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൂടെ എന്താണ് ആ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദ കളക്ടർ ഷുഡ് ബി ദ കോർഡിനേറ്റർ. അപ്പൊ എന്ത് മനസ്സിലായി? കളക്ടർ ആയിരിക്കണം അവിടെ കോർഡിനേറ്റർ. കണ്ടോ? അപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോഴും എന്താണ് അവിടെ കളക്ടർക്കാണ് പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. കാരണം ഇത് കളക്ടർ ഷുഡ് ബി ആസ് എ കോർഡിനേറ്റർ. കണ്ടോ? കളക്ടർ ആയിരിക്കണം എന്താണ് കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ആര് വരണം? ഡിസ്ട്രിക്ട് കളക്ടർ വേണം. ഓക്കെ, all of the development planning activities. അപ്പോൾ അതിന്റെ എല്ലാം കോർഡിനേറ്റർ ആയിരിക്കണം, കളക്ടർ ആയിരിക്കണം. Thus, the Hanumantarao committee different in this respect from those of Balwant Rai Mehta committee. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? Balwant Rai Mehta committee എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Hanumantarao committee എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്താണ് വില്ലേജ് ലെവൽ പ്ലാനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഇവിടെ ഹനുമന്തറാവു കമ്മിറ്റി ഒക്കെ ഇനി അങ്ങോട്ട് വരുന്നവരൊക്കെ കുറച്ചുകൂടി ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, ആൻഡ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, പിന്നെ പറഞ്ഞു അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇനി പറഞ്ഞ ഹനുമന്തറാവോ. കാരണം ഇവർ ഈ ഹനുമന്തറാവോ ആയാലും നമ്മുടെ എന്താണ് GVK റാവോ ആയാലും ഒക്കെ എന്താണ് അവർ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ, അവർ എങ്ങനെയാണ് അവർ ഗ്രാജുവലി ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് അശോക് മേത്ത കമ്മിറ്റിയിൽ നിന്നൊക്കെ എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് വന്നു? നമ്മളിപ്പോ പഠിച്ചത് ഏതാ? GVK റാവോ കമ്മിറ്റി അല്ലെ? GVK റാവോ കമ്മിറ്റിയാണ് ഫൈനലി ഇപ്പൊ നമ്മൾ പഠിച്ചത്. സോ ഫൈനലി ദ GVK റാവോ കമ്മിറ്റി വിച്ച് റെക്കമെൻഡഡ് റിഡക്ഷൻ ഇൻ ദ ഡെവലപ്മെന്റ് റോൾ ഓഫ് ദി ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് വിച്ച് അസൈൻ എ മേജർ റോൾ ടു ദ പഞ്ചായത്തി രാജ് ഇൻ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ നോക്കൂ, ഹനുമന്തറാവോ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്താണ്? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഹനുമന്തറാവോ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്താണ്? ഹനുമന്തറാവോ കമ്മിറ്റി പറഞ്ഞു സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ബോഡി വേണം. ഓക്കെ, ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരു മിനിസ്റ്റർ, ഒരു മന്ത്രി ആയിരിക്കണം അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ അവിടെ ഒന്നും തന്നെ നമുക്കൊരു പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പവർ നമുക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അല്ലെ. പഞ്ചായത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊന്നും അദ്ദേഹം അങ്ങനെ എടുത്തു പറയുന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് വ്യത്യസ്തമായ റിപ്പോർട്ട് GVK റാവു ആണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടർക്കൊക്കെ പ്രാധാന്യം കൊടുത്തു. എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GVK റാവോ റെക്കമെൻഡഡ് റിഡക്ഷൻ ഇൻ ദ ഡെവലപ്മെന്റ് റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. കാരണം എന്താണ് അവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ പവർ ആണ് കൂടി വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ മറ്റു ബ്യൂറോക്രാറ്റ്സുകളുടെ റോള് പതുക്കെ കുറച്ചുകൊണ്ട് എന്ത് കൊടുക്കണം? മേജർ റോൾ ആർക്ക് തന്നെ കൊടുക്കണം? പഞ്ചായത്തി രാജ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻസിന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്? നമ്മുടെ
GVK Rao committee പറഞ്ഞത്. So GVK Rao committee recommended reduction in the development role of district collector and which assigned a major role to the Panchayati Raj in development administration. അപ്പോൾ പഞ്ചായത്തി രാജ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർ ആസ് പെർ ഹനുമന്ത റാവോ. ഓക്കെ, പക്ഷെ എന്ത് ചെയ്തു, GVK റാവു പറഞ്ഞു നമ്മൾ അങ്ങനെ ബ്യൂറോക്രസിയുടെ ഒരു ഓവർ പവർ നമുക്കിവിടെ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓവറായിട്ട് ഇവർക്ക് ബ്യൂറോക്രസി പവർ കൊടുക്കരുത്, കുറച്ചൊക്കെ എന്താണ് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ളതാണ് GVK റാവു തന്റെ അപ്രോച്ചിലൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഇൻ ബിറ്റ്വീൻ എന്താണ് രണ്ട് കമ്മിറ്റി ഇതിന് എക്സ്ട്രാ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം ഈ ദണ്ഡവാല കമ്മിറ്റിയും ഹനുമന്ത റാവു കമ്മിറ്റിയും ഇവരെല്ലാം പറയുന്നത് തന്നെയാണ് ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, കാരണം ദണ്ഡവാല കമ്മിറ്റി പറയുന്നത് ബ്ലോക്ക് ലെവൽ പ്ലാനിംഗ് ആണ്, ഹനുമന്ത റാവു കമ്മിറ്റി പറയുന്നത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ആണ്. പക്ഷെ അവരൊന്നും ഒരു പ്രൈം ഇമ്പോർട്ടൻസ്, ഡീസെൻട്രലൈസേഷന്റെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ഇവരാരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓവർ ബ്യൂറോക്രാറ്റൈസേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ GVK റാവു എന്നിട്ട് പറഞ്ഞു സെയിം അപ്രോച്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് തന്നെയാണ്, അതെല്ലാം ഞാൻ ശരിവെക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്യൂറോക്രാറ്റൈസേഷൻ ഓവർ ആണ്, അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് എല്ലാ പവറും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പവർ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കൊടുക്കണം. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞില്ലേ. നോക്കൂ, the Panchayati Raj institution at the district and lower level should be assigned as an important role with respect to planning, implementation and monitoring of the rural development program. ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലും അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള ലോവർ ലെവലുകൾക്കും ഒരുപോലത്തെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ GVK റാവുവിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അതായത് നമ്മൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് ആരെയാണ്? ആദ്യം പറഞ്ഞത് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിനെയാണ് പറഞ്ഞത്. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 വന്നത്. ആദ്യം 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നു, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടെ എന്താണ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് കൊണ്ടുവന്നപ്പോൾ വില്ലേജ് പഞ്ചായത്തുകൾക്ക് എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ കമ്മിങ് ടു ദി അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി വന്ന സമയത്ത് എന്താണ് അവിടെ 3 ടയറിന് പകരം 2 ടയർ ആണ് വന്നത്. അപ്പൊ 2 ടയർ വന്ന സമയത്ത് എന്ത് ചെയ്തു, ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും ആണ് ഉണ്ടായിരുന്നത്. ഇവിടെയും തന്നെ അദ്ദേഹം എന്താണ് ആ ഒരു ജില്ല അല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിനാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തത്. ഡിസ്ട്രിക്റ്റുകളെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആയിട്ട് ആര് കണ്ടു? അശോക മേത്ത കമ്മിറ്റി കണ്ടു. അവിടെ തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു, ജില്ലാ പരിഷത്തുകളെ എക്സിക്യൂട്ടീവ് ബോഡീസ് ആക്കിയിട്ട് മാറ്റി. അതാണ് അശോക് മേത്ത കമ്മിറ്റി ചെയ്തത്. ഓക്കെ, അതായത് ജില്ലാ പരിഷത്ത് അഡ്വൈസറി ബോഡി ആയിരുന്നു ആസ് പെർ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. എന്നാൽ ഈ ജില്ലാ പരിഷത്തുകളെ എക്സിക്യൂട്ടീവ് ബോഡിയാക്കി മാറ്റുകയാണ് ആര് ചെയ്തത്? അശോക് മേത്ത കമ്മിറ്റി ചെയ്തത്. ഇനി GVK റാവു കമ്മിറ്റി വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇതിനു മുന്നേ ഒരുപാട് കമ്മിറ്റീസ് അവിടെ അപ്പോയിന്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെയാണ്? ഹനുമന്ത റാവു കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിനും ഹനുമന്ത റാവു കമ്മിറ്റി റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ ദണ്ഡവാല കമ്മിറ്റി എപ്പോഴാണ്? 1978 അതുപോലെ തന്നെ ഹനുമന്ത റാവു കമ്മിറ്റി 1984 ഓക്കെ, അപ്പൊ ഈ രണ്ട് കമ്മിറ്റിയും അല്ലെങ്കിൽ ഇപ്പൊ മൊത്തം 4 കമ്മിറ്റീസ് ആയിരുന്നു. അപ്പൊ അവസാനം എത്തിയപ്പോൾ എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക് എന്താ പറയാ ഓവർ ബ്യൂറോക്രസി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നതായിട്ട് കാണാൻ സാധിച്ചു. അതായത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ സമയത്ത് എന്താണ് ഒരു ഓവർ ബ്യൂറോക്രാറ്റൈസേഷൻ എന്നൊരു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നതായിട്ട് ആര് കണ്ടെത്തി? GVK റാവു കമ്മിറ്റി കണ്ടെത്തി. അത് എപ്പോഴാണ് വന്നത്? 1985 വന്നത്. തുടർന്ന് അദ്ദേഹം 1986 റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ ഡിസ്ട്രിക്റ്റിന് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, അതെല്ലാം കറക്റ്റ് തന്നെയാണ്. എന്നാലും എന്ത് ചെയ്യണം? നമ്മുടെ താഴെ തട്ടിലുള്ളവർക്കും ഈക്വൽ പവർ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഓവർ ബ്യൂറോക്രൈസേഷൻ ഒഴിവായിട്ട് നമുക്കൊരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ ഒരു സെൻസിലാണ് ഹനുമന്ത റാവു കമ്മിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ദണ്ഡവാല കമ്മിറ്റിയിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് GVK റാവു കമ്മിറ്റി മാറിയത്. ഓക്കെ, ഇത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞേ. നിമിഷ, ശ്രേയ. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് LM സിംഗ്വി കമ്മിറ്റിയാണ് കേട്ടോ. LM സിംഗ്വി കമ്മിറ്റി. അപ്പൊ നിങ്ങൾ ഈ ഗ്രാജുവലി ഇതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഇനി LM സിംഗ്വി കമ്മിറ്റിയിലേക്ക് പോവാം. അപ്പൊ 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു പുതിയ കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ the Rajiv Gandhi government appointed a committee to prepare a concept paper on
റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് നമ്മൾ റീവൈറ്റലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇതെല്ലാം കുറച്ചുകൂടെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നുകൂടെ ഒന്ന് റീവൈറ്റലൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കൺസെപ്റ്റ് പേപ്പർ പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റീനെ സ്ഥാപിക്കുന്നത്. സോ ഇതിന്റെ ചെയർമാനായിരുന്നു LM സിംഗ്വി എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ദ പേപ്പർ ഓൺ റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. ആ ഒരു പേപ്പർ സമർപ്പിച്ചത് ആരുടെ സമയത്താണ്? രാജീവ് ഗാന്ധി ഗവൺമെന്റ് സമയത്താണ്. ഈ പേപ്പർ റിവ്യൂ ചെയ്യാനാണ് ആര് വന്നത്? LM സിംഗ്വി കമ്മിറ്റി വന്നത് എന്നുള്ള കാര്യം നോക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് ആ ഒരു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാ വന്നത് 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നാണ് 1953. ഇത് റിവ്യൂ ചെയ്യാനാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു LM സിംഗ്വിയുടെ കാര്യം പറഞ്ഞു. അതെന്താണ്? റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെമോക്രസി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് LM സിംഗ്വി വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് GVK റാവോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ. GVK റാവു എന്തിനാണ് വന്നത്? നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാം ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? GVK റാവോ കമ്മിറ്റി വന്നത്. അത് അപ്പോയിന്റ് ചെയ്ത ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. എന്നാൽ LM സിംഗ്വി കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് ആരുടെ സമയത്താണ്? രാജീവ് ഗാന്ധി ഗവൺമെന്റ് സമയത്താണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ആയിരിക്കാം. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാ നോക്കാം. സോ ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ should be constitutionally recognized. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് മുന്നേ ഒരു കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് കമ്മിറ്റി ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നേഷൻ കൊടുക്കണം എന്നുള്ളത് മുന്നേ ഒരു കമ്മിറ്റി ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ കമ്മിറ്റി? ഏതാണ് കമ്മിറ്റി? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നേഷൻ കൊടുക്കണമെന്ന് മുന്നേ ഒരു കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെസ്സേജ് അയച്ചിട്ട് നോക്കട്ടെ. യെസ്, നിമിഷ ശ്രേയ, വെരി ഗുഡ് വെരി ഗുഡ്. അശോക് മേത്ത കമ്മിറ്റി, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. കാരണം മുന്നേ ഉള്ള കമ്മിറ്റികൾ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് വരുന്ന സമയത്ത് നോക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ആദ്യമായിട്ട് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ ഏത് കമ്മിറ്റിയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ്ഡ് എന്നൊരു ആശയം വെക്കുന്നു. ദെൻ എന്താണ്, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനൊക്കെ പറ്റും. So for this purpose, a new chapter should be added in the Constitution of India. This will make their identity and integrity reasonably and substantially inviolate. It also suggested constitutional provision to ensure regular, free and fair election to the Panchayati Raj body. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്, പഞ്ചായത്ത് രാജുകൾക്ക് നമ്മൾ ഇതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നേഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും തന്നെ വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഫോളോ ചെയ്യണം. നമുക്കത് വയലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒക്കെ പഞ്ചായത്ത് രാജിലൊക്കെ നടപ്പാക്കാനും കഴിയും എന്നുള്ളത് എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ന്യായ പഞ്ചായത്ത്. ഓക്കെ, എന്താണ് ന്യായ പഞ്ചായത്ത്? ന്യായ പഞ്ചായത്ത് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ക്ലസ്റ്റർ ഓഫ് വില്ലേജസ്. ഒരു ക്ലസ്റ്റർ ഓഫ് വില്ലേജസിന് വേണ്ടിയിട്ട് ന്യായ പഞ്ചായത്തുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യം ആര് പറഞ്ഞു? നമ്മുടെ LM സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ ഈ ന്യായ പഞ്ചായത്തുകളെ കുറിച്ച് മുന്നേ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ് ന്യായ പഞ്ചായത്ത്? ന്യായ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ന്യായ പഞ്ചായത്ത്, യെസ് നിമിഷ. ഓക്കെ, ഗുഡ്. അതെ, കറക്റ്റ് ആണ് അല്ലെ, അശോക് മേത്ത കമ്മിറ്റി തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്.
ഓക്കെ, അപ്പം നോക്കൂ, ന്യായ പഞ്ചായത്ത് മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അശോക മേത്ത കമ്മിറ്റിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ന്യായ പഞ്ചായത്ത് ഷുഡ് ബി കെപ്റ്റ് ആസ് എ സെപ്പറേറ്റ് ബോഡി ഫ്രം ദാറ്റ് ഓഫ് ഡെവലപ്മെന്റ് പഞ്ചായത്ത് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? അതെ, ന്യായ പഞ്ചായത്തിനെ എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ബോഡി ആക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ഒരു ക്വാളിഫൈഡ് ജഡ്ജിനെ പ്രിസൈഡ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലെ? ഒരു വിച്ച് ഷുഡ് ബി പ്രിസൈഡഡ് ബൈ എ ക്വാളിഫൈഡ് ജഡ്ജ്. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ന്യായ പഞ്ചായത്ത് എന്താണ്? സെപ്പറേറ്റ് ബോഡി ആക്കണം. അവിടെ എന്താണ്? ഒരു അത് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് ജഡ്ജും വേണം എന്നുള്ളതാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്ത് പറഞ്ഞു? ന്യായ പഞ്ചായത്ത് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്, നിർബന്ധമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഫോർ എ ക്ലസ്റ്റർ ഓഫ് വില്ലേജ് അല്ലെ? ഒരു ക്ലസ്റ്റർ, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ന്യായ പഞ്ചായത്ത് വേണം എന്നുള്ളതും പറഞ്ഞു. The village should be reorganized to make Grama Panchayat for more viable. It also emphasized the importance of Grama Sabha and called it as the embodiments of the direct democracy. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമപഞ്ചായത്തുകളെ റീഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിക്ക് നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു ഗ്രാമസഭയാണ് എന്താണ് നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസി എൻഷുർ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എന്നുള്ളതും കൂടെ ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ ഗ്രാമസഭകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വില്ലേജ് ലെവൽ പ്ലാനിങ് കൊണ്ടുവരണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് എന്താണ്? ഒരു സെപ്പറേറ്റ് ബോഡി ആയിട്ടുള്ള ഗ്രാമസഭകൾ വേണം. അപ്പൊ ഗ്രാമസഭകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് LMCV കമ്മിറ്റിയുടെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാമസഭകളാണ് നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസി എൻഷുർ ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം എന്താ? ഒരു ഗ്രാമസഭ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അവിടെ പോയിരിക്കില്ലേ? അവരുടെ അഭിപ്രായങ്ങൾ പറയും. അവിടെയൊക്കെ എന്താണ്? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞു വില്ലേജ് പഞ്ചായത്ത് ഷുഡ് ഹാവ് മോർ ഫൈനാൻഷ്യൽ റീസോഴ്സസ് അല്ലെ? വില്ലേജ് പഞ്ചായത്തുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറെ ഫൈനാൻഷ്യൽ റീസോഴ്സസ് വേണം. എന്നാൽ മാത്രമല്ല അവർക്ക് പ്ലാനിങ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ റീസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. Then എന്ത് പറഞ്ഞു? Judicial tribunal should be established in each state to adjudicate controversies about election to the Panchayati Raj institution. ഓക്കെ, അപ്പൊ ജുഡീഷ്യൽ ട്രിബ്യൂണലുകളെ സ്ഥാപിക്കാനും പറഞ്ഞു. അപ്പൊ എന്താണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്? ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോർട്ട് പോലെ തന്നെയാണ്. ഇപ്പം എല്ലാ കേസുകളും ആക്ച്വലി നമ്മുടെ കോടതികൾക്ക് വാദിക്കാനും അതുപോലെ എന്താണ് പെട്ടെന്ന് ഒരു കേസ് വരുന്ന സമയത്ത് കോർട്ട് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ വളരെ എന്താണ് വലിയൊരു പ്രൊസീജിയറാണ്. അത് മാത്രമല്ല നമ്മൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ഒരു കേസ് തീർപ്പാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഒരുപാട് കേസസ് വരുമ്പോൾ കോടതിക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് പെട്ടെന്ന് ജഡ്ജ്മെന്റ് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവിടെ കേസുകൾ കെട്ടിക്കിടക്കും അല്ലെ? അപ്പൊ ഇത്തരം സമയങ്ങളിൽ കോടതികളിലെ ഈ ഒരു കേസ് തീർപ്പാക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഈ ട്രിബ്യൂണൽസിൽ പോകും. അപ്പൊ തർക്ക പരിഹാര കോടതികൾ തന്നെയാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ എന്താണ് കോടതിയുടെ കേസുകൾ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ കേസും കൂടെ കോടതി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തീർപ്പാക്കാൻ നല്ല സമയം എടുക്കും. അപ്പൊ ആദ്യം ട്രിബ്യൂണൽസിലേക്ക് പോകും. അപ്പൊ ട്രിബ്യൂണൽസിൽ എന്താണ് പെട്ടെന്ന് എന്താ പറയാ കേസ് തർക്ക പരിഹാരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോടതി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജുഡീഷ്യൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ആക്ച്വലി കേസൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ട്രിബ്യൂണൽസിനെ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ ട്രിബ്യൂണൽസ് എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് ജുഡീഷ്യൽ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജുഡീഷ്യൽ ട്രിബ്യൂണൽ എന്നുള്ള ഒരു ടേം വരുന്നത് എവിടെയാണ്? ഈ ഒരു LMCV-ലാണെന്നുള്ളത് നോക്കുക. സോ ജുഡീഷ്യൽ ട്രിബ്യൂണൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. അപ്പൊ ഓരോ സ്റ്റേറ്റിലും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ്? ടു അബ്ജഡിക്കേറ്റ് ദ കോൺട്രവേഴ്സി അബൌട്ട് ഇലക്ഷൻ ടു ദ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഒക്കെ വരുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ജുഡീഷ്യൽ ട്രിബ്യൂണൽസിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി then their dissolution and matters related to their functioning. പിന്നെ അവരുടെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട കേസ്, പഞ്ചായത്തുകളെ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതെല്ലാം നമുക്ക് ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽസിൽ എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ ജുഡീഷ്യൽ ട്രിബ്യൂണൽ എന്നുള്ളൊരു ആശയം കൂടെ LMCV പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് LMCV പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ് അല്ലെ? 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ് LMCV വന്നത്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത്? ഒരു പേപ്പർ ഉണ്ടായിരുന്നു. എന്താണ്? റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ,
അപ്പൊ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് രാജുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നിഷൻ കൊടുക്കണം, പിന്നെ അവിടെ എന്താണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒക്കെ നടത്തണം, ന്യായ പഞ്ചായത്തുകളെ സ്ഥാപിക്കണം, പിന്നെന്താണ് ഗ്രാമസഭകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം അവരാണ് ഡയറക്റ്റ് ഡെമോക്രസീനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ ജുഡീഷ്യൽ ട്രിബ്യൂണൽസിനെ സ്ഥാപിക്കണം, എന്നാൽ മാത്രമേ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാവുന്ന ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകളും പഞ്ചായത്ത് രാജിന്റെ ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പിന്നെ അവരുടെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് എന്ത് പറഞ്ഞു? നമ്മുടെ ഇവിടെ LMCME കമ്മിറ്റി പറഞ്ഞു. 1986 കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. നിമിഷ എന്താ നോ പറഞ്ഞത്? നിമിഷം എന്താ ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് തുങ്കൺ കമ്മിറ്റി കേട്ടോ. തുങ്കൺ കമ്മിറ്റി നമുക്ക് നോക്കാം. In 1988, a subcommittee of the Consultative Committee of Parliament was constituted under the chairmanship of P.K. Tungan to examine the political and administrative structure in the district for the purpose of district planning. ഓക്കെ, അപ്പൊ ഇവിടെ തുങ്കൺ കമ്മിറ്റി എന്തിനാണ് അപ്പോയിന്റ് ആയത്? അപ്പൊ ഇവിടെ നോക്കൂ, പാർലമെന്റിൽ നമുക്ക് ഒരുപാട് കമ്മിറ്റീസ് കാണാൻ സാധിക്കും, പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പം പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓഫ് പാർലമെന്റിന്റെ ഒരു സബ് കമ്മിറ്റി എന്ന രീതിയിൽ ആര് വരുവാണ്? തുങ്കൺ കമ്മിറ്റി വരുവാണ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തുങ്കൺ കമ്മിറ്റി വന്നത്? ഇൻ ഓർഡർ ടു എക്സാമിൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇൻ ദ ഡിസ്ട്രിക്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിങ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഡിസ്ട്രിക്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വന്നു? തുങ്കൺ കമ്മിറ്റി വന്നു. ഓക്കെ, ഇൻ ഓർഡർ ടു എക്സാമിൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുമുള്ള ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിന്റെ സ്ട്രക്ചറുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നു? തുങ്കൺ കമ്മിറ്റി വന്നു. അപ്പൊ ഈ കമ്മിറ്റി പറഞ്ഞു എന്താ? ദിസ് കമ്മിറ്റി സജസ്റ്റഡ് ഫോർ ദ സ്ട്രെങ്തനിങ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ ഒന്നുകൂടെ നമ്മൾ എന്താണ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യിക്കണമെന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കുറച്ച് റെക്കമെൻഡേഷൻസ് വെച്ചു. എന്താണ്? ദ പഞ്ചായത്ത് രാജ് ബോഡി ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷനലി റെക്കഗ്നൈസ്ഡ്. കണ്ടോ, വീണ്ടും അദ്ദേഹം അത് തന്നെ പറയാണ്. ഓക്കെ, അതായത് പഞ്ചായത്ത് രാജ് ബോഡീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 പേര് പറഞ്ഞല്ലോ, അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു, LMCME കമ്മിറ്റി പറഞ്ഞു, ഇപ്പൊ ഇതാ നമ്മുടെ തുങ്കൺ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് രാജ് ബോഡി ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ്ഡ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു എന്താണ്? 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് വിത്ത് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞ സെയിം റെക്കമെൻഡേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. ദെൻ ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ പൈവറ്റ് ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇവിടെ ജില്ലാ പരിഷത്തുകൾക്കാണ് പ്രൈം ഇമ്പോർട്ടൻസ് ഇദ്ദേഹം കൊടുത്തത്. ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസി ഇൻ ദ ഡിസ്ട്രിക്ട്. ദെൻ ദ പഞ്ചായത്ത് രാജ് ബോഡി ഷുഡ് ഹാവ് എ ഫിക്സഡ് ടെൻഡർ ഓഫ് 5 years. കണ്ടോ, ഇവിടെ ഒരു പുതിയ മാറ്റം വന്നല്ലോ. എന്താണ്? പഞ്ചായത്ത് രാജ് ബോഡീസിന് ഒരു ഫിക്സഡ് ടെൻഡർ വേണം, 5 വർഷത്തെ ഫിക്സഡ് ടെൻഡർ വേണം. ആദ്യമായിട്ടാണല്ലോ, ഇതിന് മുന്നേ ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല. ഓക്കെ, സോ ഫിക്സഡ് ടെൻഡർ ഓഫ് 5 yearsനെ കുറിച്ച് പറഞ്ഞു. ദെൻ മാക്സിമം പീരിയഡ് ഓഫ് സൂപ്പർസീഷൻ ഓഫ് ദ ബോഡി ഷുഡ് ബി 6 months. ഓക്കെ, സൂപ്പർസീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ എന്താണ് പഞ്ചായത്തുകളെ ഡിസോൾവ് ചെയ്ത് കളയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിസൊല്യൂഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അടുത്ത പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കണം. അപ്പൊ മാക്സിമം പീരിയഡ് ഓഫ് സൂപ്പർസീഷൻ എന്ന് പറയുന്നത് 6 months മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ ദ പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ഷുഡ് ബി സെറ്റപ്പ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിൽ ഒരു പ്ലാനിംഗ് അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മിനിസ്റ്റർ ഫോർ ദ പ്ലാനിംഗ്. പ്ലാനിംഗ് മിനിസ്റ്ററിന്റെ അണ്ടറിൽ പ്ലാനിംഗ് മിനിസ്റ്റർ ചെയർമാൻ ആയിരിക്കുന്ന ഒരു പ്ലാനിംഗ് ബോഡി അല്ലെങ്കിൽ പ്ലാനിംഗ് കോർഡിനേഷൻ കമ്മിറ്റി എന്താണ് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എവിടെയായിരിക്കും? സ്റ്റേറ്റ് ലെവലിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കാം: എ പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ഷുഡ് ബി സെറ്റപ്പ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ.
അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എ മിനിസ്റ്റർ ഫോർ പ്ലാനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുക. കാരണം നിങ്ങളില്ലേ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, സെറ്റപ്പ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആയതുകൊണ്ടാണ്. ഇവിടെ നോക്കൂ, സ്റ്റേറ്റ് ലെവൽ എന്നല്ലേ പറയുന്നത്. യെസ്, സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ എന്തായിരിക്കും, ഒരു മിനിസ്റ്റർ ആവാനായിരിക്കും സാധ്യത കൂടുതൽ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സെറ്റപ്പ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആരുടെ ചെയർമാൻഷിപ്പ് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ ആണെന്ന് സപ്പോസ് ഇങ്ങനെ ഒരു പോയിന്റ് പറയാണ്. പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ഷുഡ് ബി സെറ്റപ്പ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയർമാൻ ആവാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ ഒരു ലോജിക് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ആരായിരിക്കും സാധ്യത? നമ്മളിപ്പോ ഇത്രയും പറഞ്ഞല്ലേ, ആരായിരിക്കും സാധ്യത? യെസ്, ശ്രേയ, വെരി ഗുഡ്. നിമിഷ, ഗുഡ്. എന്താണ്? കളക്ടർ അല്ലെ? കളക്ടർ ആയിരിക്കും അല്ലെ? ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ കുറച്ച് ലോജിക്കും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ലോജിക് ക്ലാസ്സുകളൊക്കെ ഇനി വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ മുടങ്ങാതൊക്കെ കാണാം കേട്ടോ. അപ്പൊ അതിൽ ഇതുപോലെയുള്ള ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള പ്ലാനിങ് അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റീസ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ലെവലിലാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ചെയർമാൻ സ്വാഭാവികമായിട്ട് ആരായിരിക്കും? മന്ത്രി ആയിരിക്കും അല്ലെ? സോ മിനിസ്റ്റർ ഫോർ ദ പ്ലാനിങ് ആയിരിക്കും. Then the president of the Zilla Parishad should be its members. Okay, members ആയിട്ട് പറയുന്ന കുറച്ച് പേരെ പറയുന്നുണ്ട്. ഇനി അടുത്ത എന്താണ്, ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഫോർ ദ പഞ്ചായത്ത് രാജ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പ്രൊവിഷൻ വേണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ചുമ്മാ ഒരു പ്രൊവിഷൻ വെച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പഞ്ചായത്ത് രാജ് എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് രാജുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്തായിരിക്കണം, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്റ്റ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, ദെൻ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് വേണം അല്ലെ? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് തന്നെ തയ്യാറാക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നമ്മൾ 3 ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇപ്പൊ 3 ലിസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താ യൂണിയൻ ലിസ്റ്റ്? യൂണിയന് മാത്രം എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിഫൻസ്. ഓക്കെ, ഇപ്പൊ ഡിഫൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, യൂണിയന്റെ മാത്രം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്, ഇപ്പൊ അഗ്രികൾച്ചർ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റ് ഇപ്പൊ എഡ്യൂക്കേഷൻ, അപ്പൊ കൺകറന്റിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾ എന്താ ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് അവിടെ എന്താണ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, യൂണിയൻ ലിസ്റ്റിൽ ഇന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇന്ന കാര്യങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ ഇന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ പഞ്ചായത്തിന് ഇതുപോലെ തന്നെ എന്താ ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട് വേണ്ടേ? എന്നാൽ മാത്രമല്ല പഞ്ചായത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ പഞ്ചായത്തിലുള്ളതാണ്, അപ്പൊ അത് അവർ ചെയ്തോളും. അങ്ങനെ ഒരു പ്രോപ്പർ എന്താണ്, ഒരു പ്രോപ്പർ ഫോർമാറ്റ്, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് അവിടെ വേണം. എന്നാൽ മാത്രമേ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇനി റിസർവേഷൻ ഓഫ് ഓൾ ദ സീറ്റ്സ് ഇൻ ഓൾ ദ 3 ടയർ ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ. ഓഫ് കോഴ്സ് എന്താണ്, പോപ്പുലേഷൻ ബേസിസിലായിരിക്കണം നമ്മൾ സീറ്റുകളുടെ റിസർവേഷൻ കൊടുക്കേണ്ടത്. അതിൽ തന്നെ എന്ത് കൊടുക്കണം, there should be also be reservation for the women അല്ലെ? വിമൻസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു റിസർവേഷൻ പ്രത്യേകം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി പറഞ്ഞു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഷുഡ് ബി സെറ്റപ്പ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ സ്റ്റേറ്റുകളിലും. ഓക്കെ, എന്തിനാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ തന്നെ നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് വുഡ് ലേ ഡൗൺ ദ ക്രൈറ്റീരിയ ആൻഡ് ഗൈഡ് ലൈൻ ഫോർ ദ ഡിവല്യൂഷൻ ഓഫ് ഫിനാൻസസ് ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ എന്താണ് അവർക്ക് ഫണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതും എന്ത് ചെയ്തു, ഈ ഒരു കമ്മിറ്റി സജസ്റ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം തുങ്കൻ കമ്മിറ്റിയിൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അടുത്ത് നോക്കൂ, ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റ് ദ ജില്ലാ പരിഷത്ത്. ഓഫ് കോഴ്സ് ജില്ലാ പരിഷത്തിന്റെ ആരായിരിക്കും? ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. സോ നമുക്ക് ഒന്നുകൂടെ പറയാം. തുങ്കൻ കമ്മിറ്റി അല്ലെ? തുങ്കൻ കമ്മിറ്റി എന്താ പറഞ്ഞത്? തുങ്കൻ കമ്മിറ്റി പറഞ്ഞത് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിന്റെ റിവ്യൂവിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്. പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. 3 ടയർ സിസ്റ്റം ആണ് പ്രൊമോട്ട് ചെയ്തത്. ജില്ലാ പരിഷത്തുകൾക്ക് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തുകളുടെ കാലാവധി 5 വർഷമാക്കി ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പഞ്ചായത്തുകളെ സൂപ്പർസീഡ് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഒരു പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി വേണം, അതിന്റെ ചെയർമാൻ മിനിസ്ട്രി ഫോർ പ്ലാനിങ് ആയിരിക്കണം എന്ന് പറഞ്ഞു.
പിന്നെന്താണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. റിസർവേഷൻ പോപ്പുലേഷന്റെ ബേസിസിലായിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ തന്നെ വിമൻസിന്റെ റിസർവേഷനെ കുറിച്ച് പറയുന്നു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഡിസ്ട്രിക്ട് കളക്ടറിനെ ജില്ലാ പരിഷത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആക്കി വെക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഗുഡ്. നമുക്ക് ലാസ്റ്റ് ഇനി ഒരു കമ്മിറ്റിയും കൂടെ പഠിക്കാനുള്ളൂ. അതാണ് എന്ത്? ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഗാഡ്ഗിൽ കമ്മിറ്റി കൂടെ പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റീസ് ഏകദേശം തീരും. അതിനുശേഷം നമുക്ക് ഇനി പഠിക്കാനുള്ളത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയും കൂടെ പറയാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി ലാസ്റ്റ് കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1988. അപ്പൊ ഗാഡ്ഗിൽ കമ്മിറ്റി വന്നപ്പോഴാണ് 1988 വന്നത്. ഓക്കെ, ബൈ ദ കോൺഗ്രസ് പാർട്ടി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് VN ഗാഡ്ഗിൽ. അപ്പൊ പേരിൽ തന്നെ ഉണ്ടല്ലേ, VN ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലാണ് വന്നത്. സോ ദിസ് കമ്മിറ്റി വാസ് ആസ്ക്ഡ് to consider the question of how best പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ could be made effective. എങ്ങനെ ഒരു നല്ല പഞ്ചായത്ത് രാജ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ച കുറച്ച് റെക്കമെൻഡേഷൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഷുഡ് ബി ബിസ്റ്റോവ്ഡ് ഓൺ ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ്, പഞ്ചായത്ത് രാജിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് വേണം എന്നുള്ളത് എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ, നമ്മുടെ എന്താണ് സിംഗ്വി അതുപോലെ തുങ്കണൊക്കെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞു. 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്ന് തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. Then the term പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് 5 years. കണ്ടോ, സെയിം റെക്കമെൻഡേഷൻ തന്നെ, 5 വർഷത്തേക്ക് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടോ, ഈ പാറ്റേൺ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നോക്കൂ, ഇവിടെ സെയിം ആയിട്ടുള്ള റെക്കമെൻഡേഷൻ തന്നെയാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് വേണമെന്ന് പറയുന്നു, 3 ടയർ സിസ്റ്റം വേണമെന്ന് പറയുന്നു, അതുപോലെ ഫിക്സഡ് ടെന്യൂർ ഓഫ് 5 year വേണമെന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ്, പഞ്ചായത്ത് ഓൾ ദ 3 ലെവൽ ഷുഡ് ബി ഡയറക്ട്ലി ഇലക്ടഡ്. അപ്പോൾ ഓൾ ദ 3 ലെവൽ, അപ്പൊ ഇദ്ദേഹം 3 ടയർ വെച്ചല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ 3 ടയർ എന്ന് പറയുന്നത്? ഓക്കെ, അതായത് വില്ലേജ് പഞ്ചായത്ത് വേണം, പഞ്ചായത്ത് സമിതി വേണം, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വേണം അല്ലെ. അപ്പൊ വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവൽ, അങ്ങനെ 3 പഞ്ചായത്തുകൾ വേണമെന്ന് പറഞ്ഞു. ആ 3 പഞ്ചായത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കൂ, റിസർവേഷൻ ഫോർ SC, ST ആൻഡ് വിമൻ എന്ന് പറയുന്നുണ്ട്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ തുങ്കൺ കമ്മിറ്റിയിൽ വുമൻസിന് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം എന്ത് പറഞ്ഞു, വിമൻസിന് വേണം, അതോടൊപ്പം തന്നെ SC, ST റിസർവേഷനും വേണമെന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്, പഞ്ചായത്ത് രാജ് ബോഡി ഷുഡ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെ. അപ്പം അവിടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സാമൂഹികമായിട്ടും അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ടുമുള്ള ഡെവലപ്മെന്റ് ആണ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോഷ്യലിയും എക്കണോമിക്കലി ഉള്ള ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം അല്ലെ. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പഞ്ചായത്ത് രാജ് ബോഡീസിന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം 6ാമതായിട്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം, ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട് അതുമായി ബന്ധപ്പെട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. ആണല്ലോ, ഇതന്നെയല്ലേ തൊട്ട് മുന്നേ തുങ്കണും പറഞ്ഞത്. അതെ. ഇനി ദ പഞ്ചായത്ത് രാജ് ബോഡി ഷുഡ് ബി എംപവർഡ് ടു ലെവി, കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടി. പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യണം, ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ മാത്രമല്ല അവർക്ക് വേണ്ട ഫിനാൻസ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ പഞ്ചായത്തുകൾക്ക് എന്താണ്, ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു പവറും കൂടെ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ അപ്പൊ ചോദിക്കാം. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് എ കമ്പൽസറി പവർ ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞത് ഇതിന് മുന്നൊരു കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കമ്മിറ്റിയിലാണ് പറഞ്ഞത്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് എ കമ്പൽസറി പവർ ഓഫ് ടാക്സേഷൻ ഇൻ ഓർഡർ ടു മൊബിലൈസ് their own financial resource. ഓക്കെ, സംതിങ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് എ കമ്പൽസറി പവർ ഓഫ് ടാക്സേഷൻ. യെസ്, വെരി ഗുഡ് അശോക് മേത്ത. യെസ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, പഞ്ചായത്ത് രാജ് ഷുഡ് ബി എംപവർഡ് ടു ലെവി, കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടാക്സ് ആൻഡ് ഡ്യൂട്ടി. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനൊക്കെ ഒട്ടുമിക്ക ബോഡീസിലും പറയുന്നുണ്ട്, അതായത് ഒട്ടുമിക്ക കമ്മിറ്റീസും റെക്കമെൻഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി വെക്കുക. അതുപോലെ തന്നെ നോക്കൂ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം, ഇതെല്ലാം മുന്നേ പറഞ്ഞ കമ്മിറ്റികൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇദ്ദേഹം റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, the above recommendation of the Gadgil committee become the basis for the drafting an amendment bill aimed at conferring the constitutional
status and protection to the Panchayati Raj institution. Okay. തുടർന്ന് എന്താണ് നമുക്കൊരു 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഒക്കെ വരുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നീഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ബേസിക് ആയിട്ട് വർക്ക് ചെയ്തത് ഗാർഡിയൽ കമ്മിറ്റി ആണെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലായത്. സോ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഗാർഡിയൽ കമ്മിറ്റി became the basis for drafting an amendment bill aimed at conferring in the constitutional status and protection to the Panchayati Raj institution. അപ്പൊ ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കാരണം മുന്നേ ഉള്ള ഒരുപാട് കമ്മിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്ന് പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഗാഡ്ഗിൽ കമ്മിറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. മുന്നേ പറഞ്ഞ കമ്മിറ്റികളുടെ സെയിം പോയിന്റ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറയുന്നു, 3 tier പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്ന് പറയുന്നു, പഞ്ചായത്തുകളുടെ ടേം 5 വർഷത്തേക്ക് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നു, ഡയറക്റ്റ് ഇലക്ഷൻ വേണമെന്ന് പറയുന്നു, റിസർവേഷൻ ഫോർ SC ST ആൻഡ് വുമൺ വേണമെന്ന് പറയുന്നു, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി പഞ്ചായത്ത് രാജ് ബോഡീസിനെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണമെന്ന് പറയുന്നു, അവർക്ക് ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ കൊടുക്കണമെന്ന് പറയുന്നു, അവർക്ക് ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പവർ വേണമെന്ന് പറയുന്നു, ഇലക്ഷൻ കമ്മീഷന്റെ പവർ വേണമെന്ന് പറയുന്നു. പിന്നെ ഈ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ എന്താണ് പഞ്ചായത്തുകൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കിട്ടാനുള്ള ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇവരുടെ 73rd അമെൻമെന്റ് ആക്ട് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തില്ല, അത് തീരത്തില്ല. ഓക്കെ, സോ ഏകദേശം ടൈം ആയല്ലോ. ഓക്കെ ആണോ? നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്തത് ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഏതെങ്കിലും ഭാഗം മനസ്സിലാവത്തുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. ശ്രേയ ക്ലിയർ? ഓക്കെ, ഓക്കെ. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം, നോ ഇഷ്യൂ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഇടും കേട്ടോ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, തുങ്കൺ കമ്മിറ്റിയുടെ ഇയർ എന്നാണ്? ഓക്കെ, ഏത് വർഷമാണ് തുങ്കൺ കമ്മിറ്റി വന്നത്? 1988 എന്ന് പറയുന്നുണ്ട്. യെസ്, 1988 എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് 1988 ആണ് കേട്ടോ. രാജീവ് ഗാന്ധി ഒരു കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയുടെ പേരെന്താ? LM സിംഗ്വി എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ്. LM സിംഗ്വി ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. പിന്നെ a planning and coordination committee should be set up at state level under the chairmanship of Minister for Planning എന്ന് പറഞ്ഞു. ഒരു റെക്കമെൻഡേഷൻ ആണ്. അത് ആര് പറഞ്ഞ റെക്കമെൻഡേഷൻ ആണ്? ഏത് കമ്മിറ്റി പറഞ്ഞ റെക്കമെൻഡേഷൻ ആണത്? സ്റ്റേറ്റ് ലെവലില് ചെയർമാൻ ആയിട്ട് ഒരു മന്ത്രി വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? യെസ്, തുങ്കൺ കമ്മിറ്റി. യെസ്, വെരി ഗുഡ്, തുങ്കൺ കമ്മിറ്റി. ഇനി GV റാവു കമ്മിറ്റി അപ്പോയിന്റഡ് ആയത് എന്നാണ് GV റാവു കമ്മിറ്റി അപ്പോയിന്റഡ് ആയത്? 1985. അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാ? 1986. വെരി ഗുഡ്. ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് എന്നാ? ദണ്ഡവാല കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ബ്ലോക്ക് ലെവൽ പ്ലാനിംഗ് 1978. ഓക്കെ, ഗുഡ്. ഹനുമന്തറാവു കമ്മിറ്റി റിപ്പോർട്ടോ? 1984. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എവല്യൂഷൻ കിട്ടിയല്ലോ. നമുക്ക് ആ എവല്യൂഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. 1957 അപ്പോയിന്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാ?
ഞാൻ ജസ്റ്റ് ഇയർ പറയാം, നിങ്ങൾ കമ്മിറ്റിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. 1957 അപ്പോയിന്റഡ് ആയിട്ടുള്ള കമ്മിറ്റി, ഫസ്റ്റ് കമ്മിറ്റിയാണ്. ആരാ? യെസ്, ബൽവന്ത് റായ് കമ്മിറ്റി. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ഫസ്റ്റ് കമ്മിറ്റി. 1977 ആരായിരുന്നു വന്നത്? അശോക് മേത്ത. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 1957 ബൽവന്ത് റായ് കമ്മിറ്റി, 1977 അശോക് മേത്ത കമ്മിറ്റി. 1985 വന്നതാരാ? 1985 യാ വെരി ഗുഡ്, ജി.വി. റാവു കമ്മിറ്റി. യെസ്, ജി.വി. റാവു കമ്മിറ്റി. പിന്നെ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് 1986. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഉള്ള ഒരു 2 കമ്മിറ്റീസ് ഉണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. ഓർഡറിലാക്കുന്ന സമയത്ത് ദണ്ഡവാല കമ്മിറ്റി 1978 ഹനുമന്ത റാവു കമ്മിറ്റി 1984 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ജി.വി. റാവു വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഓർഡർ, ക്രോണോളജി ഓർഡർ അങ്ങനെ തന്നെ പഠിക്കണം. ദെൻ നമ്മളിപ്പോ പറഞ്ഞു എൽ.എം. സിംഗ്വി 1986 എന്ന് പറഞ്ഞു, തുങ്കൺ 1988 എന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റ് കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റി. അതെന്നാ വന്നത്? ഗാഡ്ഗിൽ കമ്മിറ്റി 1988. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തുങ്കണും ഗാഡ്ഗിലും സെയിം ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മുടെ കമ്മിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് റിവൈസ് ചെയ്യാട്ടോ. ഓക്കെ അല്ലേ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ ഗൈസ്, താങ്ക് യു.